ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. പഠിച്ചുകൊണ്ടിരുന്നത് 6ാം ക്ലാസ്സിലെ 3rd ചാപ്റ്റർ ആയിരുന്നു. അതിലെ ഫസ്റ്റ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കാണാത്ത കൂട്ടുകാരെ ആ വീഡിയോ കണ്ട ശേഷം ഇന്നത്തെ ക്ലാസ് ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് സൂപ്പർ സെൽസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഓക്കെ, ഒബ്സർവ് ദ നമ്പർ റിട്ടേൺ ഇൻ ദ ടേബിൾ ബിലോ. വൈ ആർ സം നമ്പേഴ്സ് കളർ ഡിസ്കസ്. ഇവിടെ ചില നമ്പേഴ്സ് കളർ കൊടുത്തിട്ടുണ്ട് അല്ലേ, അതെന്തിനാ അങ്ങനെ കൊടുത്തിട്ടുള്ളതെന്നാണ് പറയുന്നത്. എ സെൽ ഈസ് കളേർഡ് ഇഫ് ദ നമ്പർ ഇൻ ഇറ്റ് ഈസ് ലാർജർ ദാൻ ഇറ്റ്സ് അഡ്ജസ്റ്റന്റ് സെൽ. നോക്കാം. അപ്പോൾ ഈ നമ്പർ എന്താണ്? 79 എന്ന് പറയുന്ന നമ്പർ ഈ അതിൻ്റെ അഡ്ജസ്റ്റന്റ് സെൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇതിന് തൊട്ടടുത്ത് കിടക്കുന്ന നമ്പേഴ്സിനേക്കാളും വലുതാണ്. അതായത് 79ന്റെ അടുത്ത് വരുന്ന നമ്പേഴ്സാണ് 43യും 75. ഈ രണ്ട് നമ്പറിനേക്കാളും വലുതാണ് 79. അതുകൊണ്ടാണ് എന്ത് കൊടുത്തത്? കളർ കൊടുത്തത്. അപ്പോൾ ഈ ഇങ്ങനെ കളേർഡ് ആയിട്ടുള്ള സെല്ലിനെ പറയുന്ന പേരാണ് സൂപ്പർ സെൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് ഇവിടെ എന്താ? 29 ആണ് സൂപ്പർ സെല്ലായിട്ട് വന്നിട്ടുള്ളത്. 29 എങ്ങനെ സൂപ്പർ സെല്ലായി? 29ന്റെ ലെഫ്റ്റും റൈറ്റും കിടക്കുന്ന നമ്പർ കണ്ടോ? 10 and 28. ഈ രണ്ടിനേക്കാളും വലുതാണ് 29. ഓക്കെ, ദെൻ 34 സൂപ്പർ സെല്ലാണ്. എന്താണ്? 34ന്റെ തൊട്ടടുത്ത് 28 മാത്രമേ ഉള്ളൂ. ഈ 28നേക്കാളും വലുതാണല്ലോ 34. അതുകൊണ്ടാണ് 34 സൂപ്പർ സെല്ലായത്. ദെൻ നെക്സ്റ്റ് നോക്കാം. ഇവിടെ 626 സൂപ്പർ സെല്ലായി. അതിന് കാരണം എന്താണ്? 626ന്റെ രണ്ട് സൈഡുമുള്ള നമ്പേഴ്സ് എന്താണ്? സ്മോൾ ആണ് അല്ലേ, അതിനേക്കാളും സ്മോൾ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് 626 സൂപ്പർ സെല്ലായത്. ദെൻ 790 സൂപ്പർ സെല്ലായത് എങ്ങനെയാണ്? 345ഉം 694ഉം ആണ് 790യുടെ രണ്ട് സൈഡും ഉള്ളത്. അപ്പോൾ 790 ആണ് വലുത്, അതുകൊണ്ട് 790 സൂപ്പർ സെല്ലായി. ദെൻ 198 എന്ന് പറയുന്ന നമ്പറും ഈ 109നേക്കാളും വലുതാണല്ലോ, അതുകൊണ്ടാണ് അവിടെ കളർ കൊടുത്തത്. അപ്പോൾ ഇതാണ് സൂപ്പർ സെൽ എന്ന് പറഞ്ഞാൽ. അതായത് അതിൻ്റെ അഡ്ജസൻറ്റ് സെല്ലിനേക്കാളും വലിയ നമ്പർ ആണെങ്കിൽ, അതായത് ലെഫ്റ്റും റൈറ്റും ഉള്ള നമ്പേഴ്സിനേക്കാളും വലിയ നമ്പർ ആണെങ്കിൽ നമുക്കതിന് എന്ത് പറയാം? സൂപ്പർ സെൽ എന്ന് പറയാം. അപ്പോൾ നമുക്ക് താഴെ ഒരു ടേബിൾ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് ഫില്ല് ചെയ്യാം. ഇവിടെ ഒരു ടേബിൾ ഉണ്ട് കണ്ടോ. ഇവിടെയും സൂപ്പർ സെൽസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ 7500. ഇതിൻ്റെ അഡ്ജസൻറ്റ് സെൽസ് ഏതൊക്കെയാ? ഇതും ദെൻ താഴെ ഒരു നമ്പർ ഉണ്ട് അല്ലേ. ഇത് മൂന്നുമാണ് ഇതിൻ്റെ അഡ്ജസൻറ്റ് സെൽ എന്ന് പറയുന്നത്. ഇവിടെ 3 നമ്പേഴ്സ് എന്താണ്? ഈ 750യേക്കാളും ചെറുതാണ്. 7500നേക്കാളും ചെറുതാണ്. അതുകൊണ്ടാണ് ഇത് സൂപ്പർ സെല്ലായത്. ദെൻ ഇവിടെ 9870 കണ്ടോ, അതിൻ്റെ അഡ്ജസൻറ്റ് സൈഡാണ് 7350 ആൻഡ് 9230. രണ്ടും ചെറുതാണല്ലോ ഇതിനേക്കാളും, അതുകൊണ്ട് ഇത് സൂപ്പർ സെല്ലായി. ദെൻ 8632 കണ്ടോ, ഇതിൻ്റെ അഡ്ജസൻറ്റ് സൈഡ് സെൽസ് ഏതൊക്കെയാണ്? 4580യും 1944. ഇത് രണ്ടും എന്താണ്? ചെറുതാണ്. ദെൻ ഇവിടെ 6034 എന്ന നമ്പർ കണ്ടല്ലോ, ഇതിൻ്റെയും അഡ്ജസൻറ്റ് സൈഡ് സെൽസ് കണ്ടല്ലോ, അവിടെയും ഇതിനേക്കാളും ചെറിയ നമ്പേഴ്സാണ് ഉള്ളത്. അതുകൊണ്ടാണ് 6034 സൂപ്പർ സെല്ലായത്. ദെൻ ഇവിടെ ടേബിൾ 2 നമ്മൾ ഫില്ല് ചെയ്യണം. ഓക്കെ, അപ്പോൾ സൂപ്പർ സെൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ കൂട്ടുകാർക്ക്. അതിൻ്റെ അഡ്ജസൻറ്റ് സെല്ല് സൂപ്പർ സെല്ലിനേക്കാളും ചെറിയ നമ്പേഴ്സ് ആയിരിക്കണം. പക്ഷേ ഇവിടെ നമുക്കൊരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. കംപ്ലീറ്റ് ദ ടേബിൾ 2 with 5 digit numbers whose digit are 1, 0, 6, 3 and 9. 3 numbers യൂസ് ചെയ്ത നമ്പേഴ്സ് മാത്രമേ നമുക്കിവിടെ എഴുതാൻ പാടുള്ളൂ. Only a colored cell should have a number greater than all its neighbor. അപ്പോൾ എന്താണ്? കളേർഡ് സെൽ എന്താണ്? നൈബറിങ് സെല്ലിനേക്കാളും വലുതായിട്ട് വരണം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്പർ എങ്ങനെ വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ എന്താണ്? സൂപ്പർ സെല്ലിൽ വലിയ നമ്പർ വരണം. ദെൻ ഇവിടെ ഫസ്റ്റ് സൂപ്പർ സെൽ നമുക്ക് എങ്ങനെ ഫില്ല് ചെയ്യാം? ഇവിടെ 96301 എന്നാണല്ലോ. അപ്പോൾ ഇവിടെ വരുന്നത് ഈ 96301നേക്കാളും വലിയ നമ്പർ ആയിരിക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു നമ്പർ എഴുതി 96310 എന്ന് കൊടുത്തു. ഓക്കെ, ഇതിനേക്കാളും വലുതാണ്. ദെൻ ഇത് താഴെ വരുന്ന നമ്പർ നമുക്ക് എങ്ങനെ കൊടുക്കാം? കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള നമ്പർ കൊടുക്കാം, പക്ഷേ ഇതിനേക്കാളും ചെറിയ നമ്പർ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ 13690 എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ സൂപ്പർ സെല്ലിലെ അഡ്ജസൻറ്റ് സെൽസ് ഏതൊക്കെയാണ്? ഈ നമ്പറുമാണ് ഇതിൻ്റെ അഡ്ജസൻറ്റ് സെൽസ്. അപ്പോൾ ഇത് രണ്ടും എന്താണ്? ഇതിനേക്കാളും സൂപ്പർ സെല്ലിനേക്കാളും ചെറുതായിട്ട് വരണം. ഓക്കെ, ഇത് ലാസ്റ്റ് കോളത്തിൽ എന്ത് കൊടുക്കാം? ഇവിടെ ഞാൻ 36910 എന്ന് പറയുന്ന നമ്പർ കൊടുത്തു. അതെങ്ങനെയാണ് കൊടുത്തത്? ഇവിടെ 36,109നേക്കാളും വലുതായിരിക്കണം. ദെൻ 19,306നേക്കാളും വലുതായിരിക്കണം. അഡ്ജസൻറ്റ് സെല്ലിനേക്കാളും വലുതായിരിക്കണം സൂപ്പർ സെൽ. കൂട്ടുകാർക്ക് എങ്ങനെ വേണമെങ്കിലും നമ്പർ കൊടുക്കാം, പക്ഷെ എന്താണ്? ഈ അഡ്ജസൻറ്റ് സെല്ലിനേക്കാളും
വലുതായിരിക്കണം. ഓക്കെ അല്ലേ? ദെൻ ഇവിടെ 10,963 സൂപ്പർ സെല്ലാണ്. അപ്പോൾ ദാ ഇവിടെ വരുന്ന നമ്പറും ഇവിടെ വരുന്ന നമ്പറും ഈ 10,963യേക്കാളും ചെറുതായിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എന്ത് നമ്പർ കൊടുക്കാം? ഇവിടെ ഞാൻ 10,936 എന്ന് കൊടുത്തു. ഈ നമ്പേഴ്സ് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് എഴുതി. ദെൻ ഇവിടെയോ 10,396 എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ നോക്കാം ഇനി ഈ സൈഡും എന്തായിരിക്കും? ഇത് അഡ്ജസൻറ്റ് സെല്ലാണ്. അപ്പോൾ ഇവിടെയും ഈ 10,963യേക്കാളും കുറവായിട്ടുള്ള നമ്പർ ആയിരിക്കും വരുന്നത് അല്ലേ? അപ്പോൾ നമുക്കിവിടെ എന്ത് കൊടുക്കാം? 10,369 എന്ന് കൊടുക്കാം. ഓക്കെ, ഇത് 10,000നോട് റിലേറ്റ് ചെയ്ത് നമ്പേഴ്സ് കൊടുക്കുക. അല്ലെങ്കിൽ അതാണല്ലോ നമുക്ക് സ്മോളസ്റ്റ് നമ്പറായിട്ട് വരുന്നത്, 10,000നെക്കാളും സ്മോളസ്റ്റ് നമ്പർ വരുന്നത്. ഓക്കെ, ഇതെന്താ ഇവിടെ ഒരു സൂപ്പർ സെല്ലുണ്ട്. ഇതിന് അടുത്ത് വരുന്ന നമ്പർ, അതായത് ഈ 10,396നെക്കാളും വലുതായിരിക്കണം. പിന്നെ ഇവിടെ വരുന്ന ഇതിൻ്റെ അഡ്ജസൻറ്റ് സെല്ലാണ് ഇതെന്ന് പറയുന്നത്. ഇവിടെ വരുന്ന നമ്പറിനേക്കാളും ചെറിയൊരു നമ്പർ ആയിരിക്കണം. അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം? ഒന്നാമത്തത് ഇതിനേക്കാളും വലിയ നമ്പറായി 10,396നെക്കാളും വലിയ നമ്പർ ആയിരിക്കണം അല്ലേ? അപ്പോൾ നമുക്കിവിടെ 19,630 എന്ന് പറയുന്ന നമ്പർ കൊടുക്കാം. ഓക്കെ, ഇനി ഈ ഇതിനേക്കാളും ചെറിയ നമ്പർ ആയിരിക്കണം ഇവിടെ വരാനുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം? ഇവിടെ 19,360 എന്ന് കൊടുക്കാം. നമ്പേഴ്സ് ജസ്റ്റ് ചേഞ്ച് ചെയ്ത് എഴുതി. ദെൻ ഇവിടെ നമുക്ക് എന്ത് നമ്പർ കൊടുക്കാം? ഇവിടെ നമുക്ക് ഒരു സ്മോൾ നമ്പർ കൊടുക്കാം, അല്ലെങ്കിൽ എന്താണ് ഗ്രേറ്റസ്റ്റ് നമ്പർ, ഏത് നമ്പർ വേണോ കൊടുക്കാം. കാര്യം എന്താ? ഇതിൻ്റെ അടുത്തൊന്നും എന്തില്ല, സൂപ്പർ സെൽ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഇവിടെ ഏത് നമ്പർ വേണേലും കൊടുക്കാം. ഏത് നമ്പറും അല്ല, ഈ നമ്പേഴ്സ് ഡിജിറ്റ് യൂസ് ചെയ്ത് എഴുതാൻ പറ്റുന്ന നമ്പർ മാത്രം. ഓക്കെ, ഞാനിവിടെ 13,906 എന്ന് പറയുന്ന നമ്പർ കൊടുത്തു. ഓക്കെ, ഇനി നമ്മുടെ സൂപ്പർ സെല്ലിന് ചുറ്റുമുള്ള നമ്പേഴ്സ് അതിനേക്കാളും ചെറുതാണോ എന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ അല്ലേ? എല്ലാത്തിലും എങ്ങനെയാണ്? സൂപ്പർ സെല്ലിനെക്കാളും ചെറിയ നമ്പേഴ്സാണ് അഡ്ജസൻറ്റ് സെല്ലിനുള്ളത്. ഓക്കെ അല്ലേ? then ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ദ ബിഗ്ഗസ്റ്റ് നമ്പർ ഇൻ ദ ടേബിൾ ഈസ്. ബിഗ്ഗസ്റ്റ് നമ്പർ എന്തായാലും 9-ലായിരിക്കുമല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത്. 9 സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പർ ഇത് മാത്രമേ ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ളൂ, 96,310. ഓക്കെ, then നെക്സ്റ്റ് നോക്കാം. ദ സ്മോളസ്റ്റ് ഈവൻ നമ്പർ ഇൻ ദ ടേബിൾ. സ്മോളസ്റ്റ് ആയിരിക്കണം, പിന്നെ ഈവനും ആയിരിക്കണം. നോക്കാം, 10,000 സ്റ്റാർട്ട് ചെയ്യുന്നത് 10,936, 10,369, 10,396. അപ്പോൾ നമുക്ക് ഇവിടെ ചോദിച്ചിട്ടുള്ള സ്മോളസ്റ്റ് ഈവൻ നമ്പർ. അപ്പോൾ ഇതും ഈവൻ ആണ്, ദെൻ ഇതും ഈവൻ ആണ്. ഇതിൽ സ്മോൾ ഏതാണ്? 936 ആണോ 396 ആണോ വലുത്, ചെറുത്? അപ്പോൾ നമുക്ക് 10,396 കൊടുക്കാം. ഓക്കെ, 10,396. The smallest number greater than 50,000 in the table. 50,000-നേക്കാളും വലുതായിട്ട് വരുന്ന സ്മോളസ്റ്റ് നമ്പറാണ് ചോദിക്കുന്നത്. അപ്പോൾ 50,000-നേക്കാളും വലുത് എന്ന് പറയുമ്പോൾ വലുതുമായിരിക്കണം, പിന്നെ ബാക്കിയുള്ള നമ്പേഴ്സിനേക്കാളും ചെറുതുമായിരിക്കണം. അതായത് 96,000, 60,000 ഒക്കെ ഉണ്ട്. അപ്പോൾ സ്മോളസ്റ്റ് നമ്പറാണ്, പക്ഷേ 50,000-നേക്കാളും വലുത് വരുന്ന നമ്പർ. അപ്പോൾ 60-ലാണല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 60,193 എന്ന് കൊടുക്കാം. ഓക്കെ അല്ലേ? 60,193. Then once you have filled the table above, put commas appropriately after the 1000 digit. അപ്പോൾ ഇതിൽ നമ്പേഴ്സിൽ കോമ കൊടുക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ ഇവിടെ ലാസ്റ്റ് 3 ഡിജിറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് എടുക്കുന്നത്? കോമ കൊടുക്കാനുള്ളത് അല്ലേ? അപ്പോൾ നമുക്കിവിടെ ഇങ്ങനെ കോമ കൊടുക്കാം. അതായത് 1s, 10s, 100s കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇന്ത്യൻ പ്ലേസ് വാല്യൂ സിസ്റ്റത്തിൽ കോമ കൊടുക്കുന്നത്. കൂട്ടുകാർക്ക് അറിയാമെന്ന് കരുതുന്നു. അപ്പോൾ ഞാനിവിടെ കോമ ഇട്ടിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഇന്നത്തെ ക്ലാസ് കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ ചാനൽ ലൈക്ക് ചെയ്യാത്ത മക്കൾ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കി ക്ലാസ്സസുമായി നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരെ താങ്ക് യു.